പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജനുവരി മാസം 2-ാം തീയതിയാണ്. 2026 രണ്ടാമത്തെ ദിവസമാണ്. ഒരുപാട് പ്രതീക്ഷകളോടെ ആരംഭിക്കുന്ന ഈ വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ സംഭവിക്കുവാൻ നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇന്നലെ കേട്ട വചനത്തിലൂടെ നമുക്ക് ഒരുപാട് കർത്താവ് നമ്മളോട് പറഞ്ഞു, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട, പരിഗണിക്കണ്ട എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമായ പ്രഭാതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വചനങ്ങളായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ പുതിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഇതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. ആ വചനത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കാം. ഇന്ന് നാം പഠിക്കുന്നത് ഒരു പുത്തൻ പ്രതീക്ഷയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 21-ാം വചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 21-ാമത്തെ വചനം. അതിങ്ങനെയാണ് പറയുന്നത്: നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ, നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നാം നീതിയോടെ ജീവിക്കുക, കാരുണ്യം കാണിക്കുക. കാരണം കർത്താവ് കാരുണ്യവാനാണ്. ആ കർത്താവിൻ്റെ മക്കളായ ഞാനും നിങ്ങളുമൊക്കെ കാരുണ്യം കാണിക്കാൻ കടപ്പെട്ടവരാണ്. ശരിക്കും അങ്ങനെ ജീവിച്ചാൽ വചനം പറയുന്നു, നിങ്ങൾ ജീവനുള്ളവർക്കല്ലേ ഓജസ്സുള്ളൂ, അല്ലേ? ജീവനും ബഹുമതിയും നേടും. നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും. Whoever pursue righteousness and kindness will find life and honor. Whoever pursue righteousness and kindness will find life and honor in our life. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ കാരുണ്യം കർത്താവിൽ നിന്ന് സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നല്ലൊരു വ്യക്തിത്വം നമുക്കുണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കും. ആമേൻ.